ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ എഴുന്നേൽക്കുവാൻ കർത്താവ് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 20 വാക്യം ഇങ്ങനെയാണ്: ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ, വരേണമേ. വേദപുസ്തകം അവസാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഓർപ്പിച്ചുകൊണ്ടാണ്. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഓർപ്പിച്ചുകൊണ്ടാണ് വേദപുസ്തകം അവസാനിക്കുന്നത്. അതേ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുകയാണ്. അപ്പോൾ നാം ഓരോരുത്തരും പറയേണ്ടതായൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്: ആമേൻ, കർത്താവായ യേശുവേ, വരേണമേ എന്ന്. അരാമ്യ വാക്ക് മാറാനാഥ എന്നാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നത്. മാറാനാഥ അരാമ്യ വാക്കാണ്. കർത്താവ് വരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ ഈ വാക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്: മാറാനാഥ, കർത്താവ് വരുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലുണ്ട്. 16-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശു ക്രിസ്തു വരാറായി. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും എല്ലാം കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുമ്പ് കൂട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇന്ന് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, അതെ, ഞാൻ വേഗം വരുന്നു. എന്നാൽ നാളുകളായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, കൂട്ടായ്മയിൽ വന്ന് മാനസാന്തരം അനുഭവിക്കുന്ന, വചനം കേൾക്കുന്ന നമ്മൾക്ക് പറയാൻ പറ്റുമോ ആമേൻ കർത്താവേ വരണമേ എന്ന്? അത് പറയാനുള്ള പ്രാഗൽഭ്യം എത്ര വിശ്വാസികൾക്കുണ്ട്, എത്ര ക്രിസ്ത്യാനികൾക്കുണ്ട്? ഇന്ന് പലരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വിശ്വസിക്കുന്നത് പോലുമില്ല. ഒന്നാമത്തെ വരവിനെക്കുറിച്ച് തന്നെ ബൈബിള് ഏതാണ്ട് 300 പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് 300 വട്ടം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ യഹൂദന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരെല്ലാം യേശുവിൻ്റെ വരവിനായിട്ട്, മശിഹായുടെ വരവിനായിട്ട്, ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കാത്തിരുന്നവരായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു വന്നിട്ടും അവർക്ക് യേശുവാണ് ക്രിസ്തു എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അവരുടെ കാഴ്ചപ്പാടിലുള്ള മശിഹ അല്ലായിരുന്നു യേശു. എന്നാൽ പ്രവചനങ്ങൾ നിറവേറിക്കൊണ്ട്, അന്വർത്ഥമായിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. ബെത്ലഹേമിൽ അവൻ ജനിച്ചു. കന്യകയുടെ ഉദരത്തിൽ അവൻ പറന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും അന്നത്തെ ജനങ്ങളിൽ പലരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്തില്ല. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ജനവും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് 1800ഓളം പ്രവചനങ്ങളുണ്ട് ബൈബിളിൽ. പക്ഷേ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു എന്ന്. കർത്താവ് രണ്ടാമത് വരാറായി എന്ന്. കർത്താവായ യേശുക്രിസ്തു ഇതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, പോരാ എന്നിലും വിശ്വസിക്കണമെന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. ഹൃദയം കലങ്ങിപ്പോകേണ്ടതായ അനേകം വിഷയങ്ങളും സന്ദർഭങ്ങളും ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. കൊടുങ്കാറ്റുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, തിരമാലകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ഞെരുക്കമുണ്ട്, പ്രയാസമുണ്ട്, ഭിന്നതകൾ വന്നേക്കാം, ഇടറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെയും നാം ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ കർത്താവ് മുന്നറിയിപ്പായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തു വേണം? ദൈവത്തിൽ വിശ്വസിക്കണം, പോരാ ദൈവം അയച്ച പുത്രനായ യേശുവിലും വിശ്വസിക്കണമെന്ന്. ദൈവത്തിന് മഹത്വം. ഞാൻ ഈ 2024 ഡിസംബർ മാസം 31-ാം തീയതി വർഷാവസാന പ്രാർത്ഥനയിൽ ഒരു സമർപ്പണം എടുത്തു. അതിൽ 3 തീരുമാനങ്ങൾ എടുത്തു. അതിലൊരു തീരുമാനം, കർത്താവേ, എൻ്റെ ഹൃദയം ഒരിക്കലും കലങ്ങിയില്ല എന്നതാണ്. കാരണം ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്, രോഗങ്ങളായിട്ട് വരാറുണ്ട്, മാത്രമല്ല സാമ്പത്തിക പ്രയാസങ്ങൾ വരാറുണ്ട്, അല്ലാതെ തന്നെയും പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കലങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ഞാൻ ഉടനെ ഓടി എൻ്റെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരികയും കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന് കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് സമാധാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്, എൻ്റെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോവുകയില്ല എന്നുള്ളത്. കാരണം
എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. എൻ്റെ ജീവിതം ഞാൻ അവന് കൊടുത്തതാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം, എന്തിനു ഭാരപ്പെടണം, എന്തിനു ആകുലപ്പെടണം? എൻ്റെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസം അത് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കൂ. കലങ്ങിപ്പോകേണ്ട അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മുടെ മക്കളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ ബന്ധുക്കളിലേക്ക് നോക്കുമ്പോൾ, നമ്മുടെ കൂട്ടായ്മയിലേക്കോ സമൂഹത്തിലേക്കോ നോക്കുമ്പോൾ കലങ്ങിപ്പോകേണ്ടതായ വിഷയങ്ങൾ നമുക്ക് വന്നേക്കാം. എന്നാൽ കർത്താവിൻ്റെ വചനമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ളത്. കർത്താവിൽ വിശ്വസിക്കണമെന്നും കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്ന് വിശ്വസിക്കണം. എനിക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കണം. റോമർക്കെഴുതിയ ലേഖനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സമ്മാനം പോലെ ഒരു വാക്യമുണ്ട്: സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന്. ദൈവം ഇത്രമാത്രം തന്നില്ലേ എന്ന്. സ്വന്തം അടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ എൻ്റെയും നിങ്ങളുടെയും പാപം വഹിക്കാൻ വേണ്ടിയിട്ട്, പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ട് ആ പാപങ്ങൾ മുഴുവനും അവൻ്റെ മേൽ ചുമത്തിയില്ലേ എന്ന്. അങ്ങനെയാണെങ്കിൽ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന്. ക്രൂശിലേക്ക് നോക്കുമ്പോൾ, ക്രൂശിതനായ യേശുവിനെ നോക്കുമ്പോൾ അവിടെ ഒരു സത്യം നാം തിരിച്ചറിയണം പ്രിയമുള്ളവരെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ പീഡിപ്പിച്ചത് യഹൂദന്മാരും അന്നത്തെ മത നേതാക്കന്മാരും പരീശന്മാരും പടയാളികളും ജാതീയ രാജാവെല്ലാം പീഡിപ്പിച്ചത്, ഉപദ്രവിച്ചത്, നിഷ്ഠൂരമായിട്ട് തല്ലി തകർത്തത് സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. യേശുവിൻ്റെ സ്വന്തം പാപത്തിന് വേണ്ടിയിട്ടാണോ യേശു ഈ കൊടിയ യാതനയിലൂടെ കടന്നുപോയത്? അല്ല പ്രിയമുള്ളവരെ, ചുമത്തപ്പെട്ട പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ പീഡയെല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നത്. ചുമത്തപ്പെട്ട പാപങ്ങൾ യേശുവിൻ്റെ പാപമല്ല, ചുമത്തപ്പെട്ട പാപങ്ങളായിരുന്നു. ചുമത്തപ്പെട്ട പാപങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളുണ്ട്. ദൈവത്തിന് മഹത്വം. നാം ഓരോരുത്തരും ചെയ്തു കൂട്ടിയതായ സകല അതിക്രമങ്ങളും സകല അകൃത്യങ്ങളും അഹങ്കാരത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും അശുദ്ധിയും വേണ്ടാതീനങ്ങളെല്ലാം ഒരു തെറ്റും ചെയ്യാത്ത നീതിമാനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ മേൽ ചുമത്തി. അവനെ അടിച്ചു, മൃഗീയമായിട്ട് തല്ലിച്ചതച്ചു, അവനെ ശക്തമായിട്ട് ഉപദ്രവിച്ചു, അവനെ പരിഹസിച്ചു, അവനെ നിന്ദിച്ചു. 69 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു എന്ന്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, പ്രവചനമാണ്. നിന്ന തകർത്തു കളഞ്ഞു എന്ന് ഹൃദയം. കാരണം അതുപോലെ നിന്ദിച്ചു. ദുഷ്പ്രവർത്തിക്കാർ പോലും നിന്ദിച്ചു, വഴിയെ പോകുന്നവരും നിന്ദിച്ചു, അവരെല്ലാം പരിഹസിച്ചു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ മുഴുവനും അവൻ്റെ മേൽ ചുമത്തി. ചുമത്തപ്പെട്ട പാപങ്ങൾക്ക് ഇത്രമാത്രം ശിക്ഷയാണെങ്കിൽ സ്വന്തം പാപങ്ങൾക്ക് എത്രമാത്രം ശിക്ഷയാണ്? അതാണ് കർത്താവ് ഒഴിവാക്കി തരാമെന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്തതായ സകല പാപങ്ങളും ദൈവപുത്രന്റെ മേൽ ചുമത്തിയിട്ട് ദൈവം പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിന് മഹത്വം പ്രിയമുള്ളവരെ. പിന്നെ എന്തിനു നാം ഭയപ്പെടണം? എന്തിനു നാം കലങ്ങിപ്പോകണം? ദൈവത്തിന് മഹത്വം. യേശുവിൽ വിശ്വാസമുള്ളവരാകണം. ദൈവം എന്നെ കൈവിടുകയില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവം മതിയായവനാണ് എന്ന്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്ത വാക്യം: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞതിന് ശേഷം പറയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് പറയുന്നത്. കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനാണ് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന്. ഏറ്റവും ചെറിയതായ മനുഷ്യജാതിയെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം എന്തിനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. ഈ ഭൂമി സൗരയൂഥത്തിൽ ഏറ്റവും ചെറിയൊരു ഗ്രഹമാണ്. സൂര്യൻ്റെ മുമ്പിൽ ചെറിയൊരു ഗ്രഹം തന്നെയാണ്. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ. എന്നാൽ കോടാനുകോടി നക്ഷത്രങ്ങൾ, സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ഈ മിൽക്കി വേ ഗാലക്സിയിലുണ്ട്. നമ്മുടെ സൗരയൂഥം ഉള്ളതായ മിൽക്കി വേ ഗാലക്സിയിൽ 10,000 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. അതിലൊരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ഇങ്ങനെ മിൽക്കി വേ ഗാലക്സിയെ പോലെ 30,000 കോടിയിലധികം ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇത്രമാത്രം നക്ഷത്രങ്ങൾ? എന്തിനാണ് ഇത്രമാത്രം ഗ്രഹങ്ങൾ? പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. ദൈവത്തിന് മഹത്വം. ദൈവം ഭയങ്കരനാണെന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. ആകാശത്തിലേക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കുമെന്ന്. ദൈവത്തിന് മഹത്വം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന പ്രസംഗമാണ്. അത് അവസാനത്തെ പ്രസംഗമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് തൊട്ട് മുമ്പുള്ള പ്രസംഗമായിരുന്നു. ആ പ്രസംഗം കേൾക്കാനായിട്ട് 5000ങ്ങളും 10000ങ്ങളും ഇല്ല. സാധാരണ അത്രയും പേരെല്ലാം കൂടാറുണ്ട്. എന്നാൽ അവസാനത്തെ പ്രസംഗം കേൾക്കാനായിട്ട് ആകെ 11 ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുവൻ തള്ളി പറഞ്ഞുകൊണ്ട് ഒറ്റ കൊടുത്തുകൊണ്ട് പോയി കളഞ്ഞിരിക്കുന്നു, യൂദാസ്. ബാക്കി 11 ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന് മഹത്വം. ആ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ് എന്ന്. ദൈവത്തിന് മഹത്വം. അടുത്ത വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ പിന്നെയും വരും. ഞാനിപ്പോൾ ക്രൂശിതനായിട്ട് ഗോകുൽത്തായിലേക്ക് പോവുകയാണ്. എന്നെ അവർ ക്രൂശിക്കും, എന്നാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ സ്വർഗാരോഹണം ചെയ്യും. തീർന്നില്ല, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വരുമെന്നാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവേണ്ട, നിങ്ങൾ ഭ്രമിച്ചു പോകേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. പോരാ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അവിടെ പറയുന്ന വാഗ്ദത്തം നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവത്തിന് മഹത്വം. വിശ്വാസികളായി നമുക്ക് ശക്തിപ്പെടാനുള്ള വാഗ്ദത്തം അവിടെയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. സഹോദര സഹോദരി, നിന്റെ നിറം നോക്കിക്കൊണ്ടല്ല കർത്താവ് പറയുന്നത്, നിന്റെ സ്ഥാനമാനങ്ങൾ നോക്കിക്കൊണ്ടല്ല കർത്താവ് പറയുന്നത്, നിന്റെ സൗന്ദര്യം നോക്കിക്കൊണ്ടല്ല കർത്താവ് പറയുന്നത്, നിന്റെ വിദ്യാഭ്യാസ മഹിമയോ നിന്റെ കുലമഹിമയോ നിന്റെ കുടുംബവും നോക്കിക്കൊണ്ടല്ല കർത്താവ് പറയുന്നത്. നിന്റെ സ്വഭാവം അറിയാവുന്ന കർത്താവ്, നീ മാനസാന്തരപ്പെട്ടവനായതുകൊണ്ട്, നീ ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താം. എത്ര മനോഹരമായൊരു വാക്യം. ഇന്ന് കഷ്ടതയുണ്ട്, ഇന്ന് പരിഹാസമുണ്ട്, ഇന്ന് യേശുവിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് നിന്ദയുണ്ട്, ആക്ഷേപമുണ്ട്. പലരും പരിഹസിക്കും, പലരും കളിയാക്കും. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, ജീവിക്കാൻ അറിയാനും പാടില്ലാത്തവനെന്ന്. സ്വന്തമായിട്ട് വരുമാനമുണ്ട്, ബിസിനസ്സുണ്ട്, വാഹനങ്ങളുണ്ട്, വീടുണ്ട്, പിന്നെ എന്തിന് ഈ കൂട്ടായ്മയിൽ പോകുന്നു, അല്ലെങ്കിൽ വചനം കേൾക്കാൻ പോകുന്നു, സുവിശേഷകനായിട്ട് നടക്കുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം, ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ച് അവരെല്ലാം ഓടിയടക്കുമ്പോൾ, ഞാൻ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല, ദൈവത്തിന് മാത്രം ഉത്തരവാദിത്തോടെ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ പലപ്പോഴും സുവിശേഷ വേലയ്ക്കായിട്ട് യാത്രകളാണ്. ചിലപ്പോൾ ഒരു കല്യാണം വിളിച്ചാൽ പോകാൻ പറ്റിയെന്ന് വരികയില്ല. ഏതെങ്കിലും സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ കളിയാക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെയും, എൻ്റെ യൗവന ആരംഭത്തിൽ തന്നെ ഞാൻ യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ചതാണ്. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഈ എളിയ ജീവിതം യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കുവാൻ എനിക്ക് കർത്താവ് വലിയൊരു ഭാഗ്യമാണ് തന്നത്. അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് കൂട്ടുകാർ കളിയാക്കുമായിരുന്നു എന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ്, ഞാൻ മരണം മൂലം മാറ്റപ്പെടുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ തക്കവണ്ണം, കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരുത്തുവാൻ തക്കവണ്ണം അതിനുള്ള കൃപ കർത്താവ് തരുമെന്ന്. അതല്ല, യേശുവിൻ്റെ 2-ാമത്തെ വരവാണ് എൻ്റെ മരണത്തിന് മുമ്പ് സംഭവിക്കുന്നതെങ്കിൽ വിശുദ്ധന്മാരോടൊപ്പം പറക്കുവാൻ കർത്താവ് കൃപ തരുമെന്നുള്ള വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ആ വിശ്വാസം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകണം. ദൈവത്തിന് മഹത്വം. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വീണ്ടും വരുമെന്ന്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അല്പം കൂടി വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നതും കാണും. പ്രിയമുള്ളവരെ, സകലരും കാണുമെന്നാണ് പറയുന്നത്. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. വീണ്ടും 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന്. തേജസ്സിന്റെ സിംഹാസനം തേജസ്സോടെ വരും, ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് വരുമെന്ന് പറയുന്നു. വീണ്ടും തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നുണ്ട്. 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്ന്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമെന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് തേജസ്സിന് സിംഹാസനത്തിലിരിക്കും, തേജസ്സോടെ വരും, ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് വരുമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ 1-ാമത്തെ വരവ് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവിടെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് കർത്താവ് ജനിച്ചത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒരു പുൽത്തൊഴുത്തിലാണ് കർത്താവ് പിറന്നത്.
ഒന്നാമത്തെ വരവ് ഏറ്റവും കഷ്ടതയിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒരു ദരിദ്ര കുടുംബം എന്ന് പറഞ്ഞാൽ കരം കൊടുക്കാൻ പോലും വകയില്ലാത്ത കുടുംബമായിരുന്നു മറിയയുടെയും യൗസേപ്പിൻ്റെയും കുടുംബം. ദൈവത്തിന് മഹത്വം. അവിടെയാണ് കർത്താവ് ജനിച്ചത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒരു ദരിദ്രനായിട്ട് ജീവിച്ചു. പ്രിയമുള്ളവരെ, കഷ്ടതയിലൂടെയാണ് കർത്താവ് കടന്നുപോയത്. പാപികളുടെ ഇടയിലൂടെയാണ് കർത്താവ് സുവിശേഷ വേല നിർവഹിച്ചത്. അന്നത്തെ ജനം കളിയാക്കി ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് പറഞ്ഞ് യേശുവിനെ തരം താഴ്ത്തുകയാണ് ഉണ്ടായത്. പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരെല്ലാം ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു, ജനത്തിൽ ഇടർച്ച ഉണ്ടാക്കി. കണ്ടില്ലേ ചുങ്കക്കാരോടൊപ്പം നടക്കുന്നത് കണ്ടില്ലേ, കണ്ടില്ലേ ഭ്രഷ്ട് കൽപ്പിക്കേണ്ടതായ വ്യക്തികളോടൊപ്പം പാപികളോടൊപ്പം നടക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ എന്താണ് നടന്നത്? പ്രിയമുള്ളവരെ, പാപം വിട്ടവരോടൊപ്പമാണ് കർത്താവ് നടന്നത്. പാപത്തെ ഓർത്ത് അനുദപിച്ച പാപികളിലൂടെയാണ് കർത്താവ് നടന്നത്. ചുങ്കക്കാരായിരുന്നു, പക്ഷേ അവർ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ചു. കണ്ണുനീരോടെ, തകർന്ന ഹൃദയത്തോടെ അനേക പാപികളും പാപിനികളും മുന്നോട്ട് വന്ന് അവരുടെ പാപത്തെ യാത്ര പറഞ്ഞുകൊണ്ട് യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ചു. അങ്ങനെയുള്ളവരോട് കൂടെ നടക്കാൻ ഈ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തയ്യാറായി. പ്രിയമുള്ളവരെ, തന്നെക്കാൾ താഴ്മയുള്ള, തന്നെക്കാൾ താഴ്ചയുള്ള, തന്നെക്കാൾ ആത്മീയത്തിൽ ഒരു ഉയർച്ചയുമില്ലാത്ത വ്യക്തികളോടൊപ്പമാണ് കർത്താവ് സംസാരിച്ചത്. പലപ്പോഴും മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 5 മുതലുള്ള വാക്യത്തിലാണ് പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന്. തന്നെത്താൻ താഴ്ത്തിയ മശിഹ ഒന്നാമത്തെ വരവിൽ അവൻ നിന്നതിനായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം ആ വചനം ധ്യാനിച്ചാണ് പോകാറ്. അവിടെ ഒരു ഭാഗമെത്തിയപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു, ഞാൻ കരഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരുടെ അടുക്കലേക്ക് യഹൂദന്മാരെല്ലാം പിടിച്ച് വിലങ്ങുകളെല്ലാം വെച്ച് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. 26-ാം അധ്യായമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. 26-ാം അധ്യായത്തിൽ 63 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതന്മാർ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. മഹാപുരോഹിതൻ വിചാരണ നടത്തുകയാണ്. അപ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയാണോ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു അവരോട്, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് മറുപടി പറയുന്നത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. യേശുവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം, നമ്മൾ തന്നെ ദൈവദൂഷണം കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇവൻ മരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്ന വാക്യം, അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ഉരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയവൻ ആര് എന്ന് പറയുക എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മുഖത്ത് ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഇല്ല. എന്നെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഓരോ വീട്ടിലെല്ലാം ക്ഷണിക്കാൻ ചെന്നപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പണം ഉണ്ടാക്കാൻ നടക്കുകയാണെന്ന് പറഞ്ഞും പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് മാനസാന്തരപ്പെട്ടത്. 26 വർഷം കർത്താവിൻ്റെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സുവിശേഷ വേല ചെയ്യാനായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രിയമുള്ളവരെ, 1 രൂപ പോലും ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. മാത്രമല്ല, എൻ്റെ സ്വന്തം പൈസ മുടക്കിയാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതും സുവിശേഷ വേല ഇന്നയോളം ചെയ്തിരിക്കുന്നതും മുഴുവനും. എന്നാൽ പലപ്പോഴും ഇങ്ങനെയെല്ലാം പറഞ്ഞ് അപമാനിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, അതെല്ലാം കർത്താവിനെ പ്രതിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ വലിയ സന്തോഷമെല്ലാം അഭിമാനത്തോടു തന്നെയാണ്, അതെല്ലാം സന്തോഷത്തോടുകൂടിയാണ് അതെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ചിന്തിച്ചു, എൻ്റെ മുഖത്ത് ആരെങ്കിലും തുപ്പിയാൽ അതെനിക്ക് വല്ലാത്ത അപമാനമായി പോകും. അതിൻ്റെ കറ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറുകയില്ല. ഒരു പക്ഷേ അനേക നാളുകൾ എടുക്കുമായിരിക്കാം. അത്രമാത്രം ഒരു മനുഷ്യനെ അതപ്പതിച്ച് പരിഹസിക്കുന്നതിന് തുല്യമാണ് മുഖത്ത് തുപ്പുക എന്നെല്ലാം പറഞ്ഞാൽ, എൻ്റെ കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പിയെന്ന് അതൊന്നല്ല, പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നു. ഞാനത് കേട്ടപ്പോൾ വാവിട്ട് നിലവിളിച്ചു. കാരണം ദൈവപുത്രൻ സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സകല മാനവജാതിയുടെയും പാവങ്ങളെ വഹിക്കാൻ വന്നവൻ്റെ മുഖത്ത് ഈ ആരുടെ പാപങ്ങളാണോ വഹിക്കാൻ വന്നത് ആ വ്യക്തികൾ തന്നെ തുപ്പുന്നു.
ഞാൻ ഇന്നത്തെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ പോലും യേശുവിനെ തുപ്പുന്നവരാണ്, ദൈവപുത്രനെ അവഗണിക്കുന്നവരാണ്. സുവിശേഷം കേട്ടിട്ടും അവഗണിച്ച് കളയുന്നവർ, വിശ്വസിക്കാത്തവർ, ദൈവത്തിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കാത്തവർ, ഒന്നാമത്തെ വരവിൽ പോലും വിശ്വസിക്കാത്തവരുണ്ട്. പലപ്പോഴും പല സന്ദർഭങ്ങളിലും യാത്രകളിലെല്ലാം, ബിസിനസ് യാത്രകളെല്ലാം നടത്തുമ്പോൾ പലരോടും എൻ്റെ യേശുവിനെക്കുറിച്ച് ലജ്ജയില്ലാതെ ഞാൻ പറയാറുണ്ട്. അവർ പരിഹസിക്കുമായിരിക്കും, പക്ഷേ ഒരു മടിയുമില്ലാതെ എവിടെ അവസരം കിട്ടുന്നു അവിടെയെല്ലാം ഞാൻ സാക്ഷിക്കാറുണ്ട്. കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോഴും ക്രിസ്ത്യാനികളാണ്, ദേവാലയത്തിൽ പോകുന്നവരാണെങ്കിൽ പോലും ഒരു പ്രാവശ്യം പോലും യേശുവിൻ്റെ വരവിൽ വിശ്വസിക്കുകയോ ബൈബിൾ വായിക്കുകയോ ചെയ്യാത്തവരാണ് അനേകരും. പിന്നെ എങ്ങനെ രണ്ടാമത്തെ വരവിൽ വിശ്വസിക്കും? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുഖത്ത് തുപ്പി കന്നത്തടിക്കുന്നു. ഈ ദുഷ്പ്രവർത്തിക്കാർ രണ്ടുപേരും അവനെ നിന്ദിച്ചു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഈ തുപ്പിയ മുഖത്ത് മുൾക്കിരീടം ധരിപ്പിച്ച ശിരസിൽ ഇതാ പൊൻകിരീടവുമായിട്ട് തേജസ്സോടെ ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് കർത്താവ് വീണ്ടും വരുമെന്ന്. ദൈവത്തിന് മഹത്വം. സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നമ്മൾ കാണുമെന്നാണ് പറയുന്നത്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ എടുക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പ്രിയമുള്ളവരെ, കർത്താവ് രണ്ടാമത് വരും, കർത്താവ് വീണ്ടും വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഈ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ രക്തസാക്ഷിയായിട്ടായിരിക്കും മരിച്ചത്, അല്ല പ്രായം വന്നായിരിക്കും മരിച്ചത്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ച് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വന്ന് ജീവിതം പരിപൂർണമായിട്ട് യേശുവിനെ സമർപ്പിച്ച് സുവിശേഷ വേല പരിശുദ്ധാത്മാവിൽ ചെയ്തവർ അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവിടെ പറയുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, പിന്നെ അന്ന് ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, അവരോട് ഒരുമിച്ച് പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എങ്ങനെയുള്ളവരാണ്? എല്ലാവരും അല്ല പ്രിയമുള്ളവരെ, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുക്കത്തോടെ ഇരിക്കുന്നവർ, ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരിക്കുന്നവർ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസത്തോടെ ഇരിക്കുന്നവർ, അവൻ്റെ വചനത്തെ പ്രതി ധ്യാനിച്ച് അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവർ അവരോടൊരുമിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവരോടൊരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് മഹത്വം. 1 കൊരിന്ത്യർ 15:50 വാക്യങ്ങൾ വായിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം, യേശു രണ്ടാമത് വരുമ്പോൾ ഏത് സമയത്തും വരാം, നനച്ചിരിക്കാത്ത സമയത്ത് വരാം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, 2 പേർ കിടക്കയിലായിരിക്കാം, ഒരുത്തനെ കൈക്കൊള്ളും മറ്റേ ആളെ ഉപേക്ഷിക്കുമെന്ന്. 2 പേർ വയലിലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും മറ്റേ ആളെ ഉപേക്ഷിക്കും. 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരുത്തേ കൈക്കൊള്ളും മറ്റേ ആളെ ഉപേക്ഷിക്കുമെന്ന്. എന്താണ് പ്രിയമുള്ളവരെ അതിൻ്റെ അർത്ഥം? സമർപ്പണമുള്ളവർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുമെന്ന്. സമർപ്പണമില്ലാത്തവർ, തീരുമാനം പറയാത്തവർ, വചനം കേട്ടിട്ടും യേശു നിനക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് അറിഞ്ഞിട്ടും നീ ഇതുവരെയും ജീവിതം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നീ കൈവിടപ്പെട്ടവനായിട്ട് മാറുമെന്ന്, നിന്നെ തള്ളിക്കളയുമെന്ന്. കർത്താവിൻ്റെ വചനം കേട്ടിട്ടും സഹോദര ഇന്നുവരെ നീ സമർപ്പിച്ചില്ല എങ്കിൽ, ഇന്നും പാപത്തെ സ്നേഹിച്ച് അശുദ്ധിയുടെ പിന്നാലെ നടക്കുന്നവനാണെങ്കിൽ, ഇന്നും മ്ലേച്ഛതകളുടെ പിന്നാലെ നടക്കുന്നവനാണെങ്കിൽ, ഇന്നും വാവിഷ്ടാണവും പരദൂഷണമായിട്ട് നടക്കുന്നവനാണെങ്കിൽ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീ എടുക്കപ്പെടുകയില്ല എന്ന്, യേശുവിന്റെ രണ്ടാമത്തെ വരവ് എങ്കിൽ എടുക്കപ്പെടുകയില്ല എന്ന്. 1 കൊരിന്ത്യർ 15:50 വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ കണ്ണൊന്ന് ചിമ്മുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. കാഹളം ധ്വനിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കർത്താവ് വരുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. കള്ളൻ വരുന്നത് പോലെയാണ് കർത്താവിന്റെ നാള് എന്ന്. അപ്രതീക്ഷിതമായിട്ടാണ് കള്ളൻ വരുന്നത് എങ്കിൽ
കർത്താവിന്റെ രണ്ടാമത്തെ വരവും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിലച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ, വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ, അല്ലയോ സഹോദര, ഇന്ന് നീ മദ്യത്തിന്റെ പിന്നാലെ നടക്കുകയാണോ? വ്യഭിചാരത്തിന്റെ പിന്നാലെ നടക്കുകയാണോ? അശുദ്ധിയുടെയും ബ്ലൂ ഫിലിംസിന്റെ പിന്നാലെ നടക്കുകയാണോ? ഇന്നും പാപത്തിൽ രസിച്ച് നടക്കുകയാണോ? നിന്നെ എടുക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 1 6, 7 വാക്യങ്ങൾ വായിക്കാം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിലാണ് പ്രത്യക്ഷനാകുന്നതെന്ന് പറയുന്നു. അങ്ങനെ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരമുണ്ട് എന്ന്, യേശുവിനെ അറിയാത്തവർക്ക്, യേശുവിനെ അനുഭവിക്കാത്തവർക്ക് പ്രതികാരമുണ്ട് എന്ന്, അന്ന് നമ്മുടെ കാപട്യങ്ങളെല്ലാം അഴിഞ്ഞു വീഴുമെന്ന്, അന്ന് നമ്മുടെ കപടഭക്തി എല്ലാം അഴിഞ്ഞു വീഴുമെന്ന്, അന്ന് ദേവാലയത്തിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, പ്രിയമുള്ളവരെ, നോമ്പ് നമസ്കാരം എല്ലാം ഉണ്ടാകാം, പെരുന്നാൾ ഉണ്ടാവും, സൺഡേ സ്കൂൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, കൂട്ടായ്മ കൂടുതൽ ഉണ്ടാകും. പക്ഷെ അന്ന് നീ പിടിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അന്ന് ന്യായവിസ്താര സഭയിരിക്കുമെന്നാണ് പറയുന്നത്. അന്ന് ന്യായാധിപതി വാദിക്കൽ നിൽക്കുകയാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. അന്ന് സഹോദര, നീ പിടിക്കപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. നീ കർത്താവിനെ അറിയുന്നില്ല എങ്കിൽ, അനുസരിക്കുന്നില്ല എങ്കിൽ പിടിക്കപ്പെടുമെന്ന്. 1 തെസ്സലോനിക്കർ 5:2 മുതലുള്ള വാക്യം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. കർത്താവിന്റെ നാൾ കള്ളൻ രാത്രിയിൽ വരുന്ന പോലെ അപ്രതീക്ഷിതമായിട്ട് വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ, നിർഭയമെന്നും പേടിക്കാനില്ലെന്നേ, കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞു കിടക്കുന്ന അനേക സുവിശേഷകരുണ്ട്. അങ്ങനെ പറഞ്ഞു കിടക്കുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതുമല്ല എന്നാണ് അവിടെ പറയുന്നത്. പെട്ടെന്ന് നാശം വന്നു ഭവിക്കുമെന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് യേശു രണ്ടാമത് വരികയാണെങ്കിൽ, ദൈവത്തിന് മഹത്വം, ഇനി നിറവേറപ്പെടാനുള്ള ഒരേ ഒരു പ്രവചനം അത് മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. അതിന് മുന്നോടിയായിട്ട് കർത്താവ് പറയുന്നു, ഭൂലോകത്തൊക്കെയും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്ന്. ദൈവത്തിന് മഹത്വം. ഈ സുവിശേഷം ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. TV-യിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം, ഇന്റർനെറ്റിലൂടെ എല്ലാം ലോകത്തെമ്പാടും എത്തിക്കൊണ്ടിരിക്കുകയാണ് സുവിശേഷം. TV ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ചാനലുകൾ വെച്ച് നോക്കിയാൽ അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത് കാണാം. യൂട്യൂബിൽ നിങ്ങൾക്ക് സുവിശേഷം കിട്ടും. ലോകത്തെമ്പാടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏത് സമയത്തും വരാം, നനച്ചിരിക്കാത്ത സമയത്ത് വരാം, നനച്ചിരിക്കാത്ത നാളിൽ വരാം. ഏത് നാഴികയിലാണ് കർത്താവ് വരുന്നതെന്ന് അറിയാൻ പാടില്ല. സഹോദര, നീ എടുക്കപ്പെടുമോ? നീ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ? നീ സമർപ്പണമുള്ള വ്യക്തിയാണോ? ഇന്നും വഴക്കായിട്ടിരിക്കുകയാണോ? ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ പോയി നിരപ്പായി ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത്. എന്തെങ്കിലും കൊടുത്തു തീർപ്പാനുണ്ടെങ്കിൽ ഒന്നാമത് പോയി കൊടുത്തു തീർത്തതിന് ശേഷം യേശുവിൻ്റെ വഴിപാട് അർപ്പിക്കുക എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നിരപ്പായതിനു ശേഷം വഴിപാട് അർപ്പിക്കുക. കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, തിരുത്തുവാണെങ്കിൽ തിരുത്തുക എന്ന്. ഉള്ളിൽ കയ്പുണ്ടോ, നീരസമുണ്ടോ, മുഷിച്ചിലുണ്ടോ, നാളെ നിരപ്പാകാമെന്ന് വിചാരിക്കരുത്. കർത്താവ് ഇന്ന് വന്നാൽ നീ എടുക്കപ്പെടുകയില്ല, തള്ളപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയില്ലാത്ത 5 കന്യമാർ തള്ളപ്പെട്ടു പോയതാണ് പ്രിയമുള്ളവരെ. വാതിക്കൽ നിന്ന് മുട്ടിയിട്ടും മണവാളൻ വാതിൽ തുറന്നില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചന പുസ്തകം എടുക്കാം. ദാനിയേൽ പ്രവാചന പുസ്തകം 12-1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കുമായിട്ടും ഉണരുമെന്ന്. പ്രിയമുള്ളവരെ, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായിട്ട് ഉണരും, ചിലർ നിത്യനിന്ദയ്ക്കുമായിട്ടും ഉണരുമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ദൈവത്തിന് മഹത്വം. നിത്യനിന്ദയാണോ, ലജ്ജയാണോ, അതോ നിത്യജീവനാണോ? നാം ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ദൈവത്തിന് മഹത്വം. നമുക്ക് എന്തെങ്കിലും കർത്താവിനോട് പറയാനുണ്ടോ? കർത്താവേ, എൻ്റെ ജീവിതം ഇതുവരെയും ശരിയായിട്ടില്ല. എൻ്റെ കർത്താവേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും തിരുത്തുവാനുണ്ട്, എനിക്ക് ഇനിയും താഴുവാനുണ്ട്. തന്നെത്താൻ താഴ്ത്തിയവൻ, കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ട് വന്നവൻ, ദൈവത്തിന് മഹത്വം, തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ശിഷ്യന്മാരുടെ പാദം കഴിയുവൻ, കഴുതപ്പുറത്ത് വാഹനമേറി വന്നവൻ, പ്രിയമുള്ളവരെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ വന്നവൻ, ദരിദ്രന്മാരുടെ കൂടെ നടന്നവൻ. പ്രിയമുള്ളവരെ, അന്ന് നിനക്ക് തന്നത് മരക്കുരിശാണ്. അന്ന് നിനക്ക് തന്നത് അടികളും നിന്ദയും പരിഹാസമാണ്.
എന്നാൽ കർത്താവെ, ഞാൻ അറിഞ്ഞില്ല എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയിട്ട് യേശു കുരിശിൽ മരിച്ചു എന്ന്. അഥവാ ഞാൻ അറിഞ്ഞിട്ടും മനം തിരിഞ്ഞില്ല, മനം തിരിഞ്ഞിട്ടും വീണ്ടും പാപത്തിലേക്ക് പോയവരുണ്ട്. എന്നാൽ ഞങ്ങളിപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് മുട്ടുമടക്കിക്കൊണ്ട്, തലകളെ ഉണക്കിക്കൊണ്ട്, കണ്ണുകൾ അടച്ചുകൊണ്ട് ഇപ്പോൾ നിന്റെ അടുക്കലേക്ക് വരികയാണ് കർത്താവെ. കർത്താവ്, ഞങ്ങൾക്ക് തിരുത്തുവാനുണ്ട്, ഞങ്ങൾക്ക് പാപം വന്നു പോയിട്ടുണ്ട്. നിന്റെ തിരുരക്തം ഞങ്ങളെ വന്ന് കഴുകിയിട്ടും ഞങ്ങൾ പാപത്തിലേക്ക് പോയവരാണ് കർത്താവെ. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെ പോലെ വീണ്ടും പാപത്തിലേക്ക് പോയവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. കർത്താവ്, ഇപ്പോൾ ഞങ്ങൾ നിന്റെ തിരുവചനം കേൾക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരികയാണ് കർത്താവെ. ഞങ്ങൾക്കൊരു മാറ്റം തരണമേ, നീ ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം തരണമേ എന്ന് അടികൾ പ്രാർത്ഥിക്കുകയാണ്. നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധ ജീവൻ നയിക്കുവാനുള്ള അനുഗ്രഹം തരണമേ. നിന്റെ രണ്ടാമത്തെ വരമെങ്കിൽ വിശുദ്ധന്മാരോടൊപ്പം പറക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം നീ ഞങ്ങളെ കാക്കണമേ. അതിനായിട്ട് നിന്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. അതിനായിട്ട് നിന്റെ തിരുരക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ കുരിശിൽ ചിന്തിയ രക്തത്താൽ എൻ്റെ സകല പാവവും പോയി എന്ന് പറയുവാൻ തക്കമുള്ള വിശ്വാസത്തോടുള്ള സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. നിന്റെ രക്തം കൊണ്ട് കഴുകണമേ. ഇപ്പോൾ നിന്റെ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പണം എടുക്കുവാനുള്ള പ്രേരണ നീ നൽകണമേ. അവരുടെ സമർപ്പണത്തിൽ നീ പ്രസാദിക്കണമേ. അവർക്ക് പാപം നീ മോചിച്ചു കൊടുക്കണമേ. അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കൊടുക്കണമേ. പുതിയ സൃഷ്ടികളായിട്ട് അവരെ രൂപാന്തരപ്പെടുത്തണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ട് തരുമാറാകണമേ. ആമേൻ.